പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ട ഡിസംബർ 1 തിങ്കളാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവ് ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്ത് കൊതിച്ചിരിക്കുകയാണ്. ഈശോയെ, നിന്റെ വലതുകരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി കർത്താവ് ഇന്ന് യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോണവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന് ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല, നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈശോയെ, അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ,
ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരുടെ എല്ലാം കർത്താവിൻ്റെ തിരുസേന സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഇനി ഇന്നത്തെ ദിവസം നീ പോകുന്ന എല്ലാ ഇടങ്ങളിലും നിൻ്റെ കർത്താവ് നിന്നെ സന്ധിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, തിരുസഭയിലെ ക്രിസ്മസിന് ഒരുക്കമായുള്ള ആഗമന കാലത്തിൽ ഇവിടെ നമ്മൾ കടന്നു പോവുകയാണ്. ചെറിയ നോമ്പ് കാലഘട്ടമാണിത്. ചെറിയ നോമ്പ് കാലഘട്ടം പലപ്പോഴും അത് വലിയ നോൻപ് കാലഘട്ടമായാലും നോൻപ് എപ്പോഴും വരുന്നത് പ്രായശ്ചിത്തത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പ്രായശ്ചിത്തം എപ്പോഴും പശ്ചാത്താപത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പശ്ചാത്താപം എപ്പോഴും റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു, പൂർവസ്ഥിതി പ്രാപിക്കാൻ. വരപ്രസാദത്തിൻ്റെ പൂർവസ്ഥിതി, ജ്ഞാനസ്ഥാനത്ത് നമുക്ക് ലഭിച്ച വരപ്രസാദം, അതിനുശേഷം പരിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം നമുക്ക് ലഭിച്ച വരപ്രസാദം, അതിനൊപ്പം തന്നെ സ്ഥൈര്യലേപനത്തിലൂടെ നമുക്ക് ലഭിച്ച വരപ്രസാദം, അതുപോലെ ജീവിത വിളിയുടെ കുദാശകളായ വിവാഹം, തിരുപ്പട്ടം, അതുപോലെ തന്നെ കോൺസെക്രേഷനായിട്ടുള്ള ദൈവവിളികൾ, അതിലൂടെ നമുക്ക് ലഭിച്ച ദൈവവരപ്രസാദം. ഇത് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, അതായത് പഴയ പൂർവസ്ഥിതിയിലേക്ക് വരാൻ, ആദ്യകാല വരപ്രസാദത്തിലേക്ക്. അതുകൊണ്ട് എങ്ങനെ പശ്ചാത്തപിക്കണമെന്നുള്ള ആശയങ്ങളോടാണ് വചനം വെളിപാട് അവസാനിക്കുന്നത്. വെളിപാട് എന്താണ് അവസാനത്തിൽ പറയണത്? നീ എവിടെ നിന്ന് അതപ്പതിച്ചു എന്ന് ഓർക്കുവിൻ. അതാണ് പശ്ചാത്താപത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയണത്, അതിൻ്റെ ഘടനയിൽ ആദ്യ സെക്ഷൻ എന്ന് പറയണത്, നീ എവിടെ നിന്ന് അതപ്പതിച്ചു, എവിടെയാണ് നിൻ്റെ വരപ്രസാദം നഷ്ടപ്പെട്ടത്, അതിലേക്ക് അത് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറയും. വെളിപാടിൻ്റെ പുസ്തകം 2:5. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക. അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അപ്പം അതാണ് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ആദ്യത്തെ വരപ്രസാദത്തിൻ്റെ അതേ അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ പറയും. ആദ്യത്തെ പ്രവൃത്തികൾ എന്ത് തന്നെ, വരപ്രസാദം നഷ്ടപ്പെട്ട സ്ഥലം ഇവിടെ വെച്ചാണ്. അതുകൊണ്ട് വരപ്രസാദം നേടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ച ആ സ്ഥലത്തേക്ക് തിരിച്ചു വരാൻ പറയും. അപ്പം അതിനെ അനുതപിക്കാൻ പറയുന്നുണ്ട്. പക്ഷേ അനുതപിക്കുന്നതിന് ഉള്ള ഗ്രൗണ്ട് എന്താണ്? അവിടെയാണ് എല്ലാവർക്കും തെറ്റിപ്പോകുന്ന ഒരു കാര്യം. സുവിശേഷത്തെ വിശ്വസിക്കാതെ ഒരാൾ അനുതപിച്ചിട്ട് കാര്യമില്ല. അനുതാപത്തിൻ്റെ അടിസ്ഥാനം സുവിശേഷമാണ്. സുവിശേഷം ദൈവത്തിൻ്റെ മനസ്സാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിന് അനപേക്ഷണീയമായിട്ടാണ് ഈ അനുതാപം വരേണ്ടത്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ആദ്യ വാക്ക് എന്താണ്? അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. മർക്കോസിൻ്റെ 1:15. അവൻ പറഞ്ഞു സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അനുതപിക്കുന്നതിൻ്റെ ബേസ്മെന്റ് അടിസ്ഥാനം എന്ന് പറയുന്നത് സുവിശേഷമാണ്. സുവിശേഷം എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ഈ അനുതാപം ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാവോ? വിശ്വാസം ദൈവം എടുത്തു കളയും. പല ആൾക്കാർക്കും വിശ്വാസം നഷ്ടപ്പെടുന്നതിൻ്റെ കാര്യം അവർക്ക് ബുദ്ധിപരമായിട്ട് ഞാൻ വിശ്വസിക്കണില്ല എന്നല്ല പറയണത്. അവർ അനുതപിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ചെന്ന് ചാടും. എന്നിട്ട് അവസാനം വിശ്വാസം നഷ്ടപ്പെടുന്നതാണ്. അതാണ് ദീപപീഠമൊക്കെ തെറിപ്പിച്ച് കളയെന്ന് പറയുന്നില്ലേ?
അത് ഈ വെളിപാടിന്റെ കൂടെ പറയണതാണ്. 2:5-6. അതിനാൽ നീ ഏത് അവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക. അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിന്റെ സ്ഥലത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. വിശ്വാസം നഷ്ടപ്പെടുന്നത് അനുതാപമില്ലാതെ മാസങ്ങൾ തുടരുമ്പോൾ ക്രമേണ വിശ്വാസം ക്ഷയിക്കാൻ തുടങ്ങും. അങ്ങനെ ക്രമേട്ട് നീ വിശ്വസിച്ചിട്ട് വലിയ അനുതാപമില്ലാത്ത ആള് വിശ്വസിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ദൈവം അതെടുത്ത് കളയും. അനുതാപമില്ലാത്ത ആളില്ലേ, താൻ ചെയ്യുന്ന പ്രവൃത്തികൾ, ഇപ്പോൾ തൻ്റെ ഭാര്യയൊക്കെ വീട്ടിലാക്കിയിരിക്കുകയാണ്, മറ്റ് പെണ്ണുങ്ങളുമായിട്ട് ചുറ്റിക്കളിയൊക്കെയാണ്, എനിക്കൊരു അനുതാപവുമില്ല, നീ വിശ്വസിച്ചൊരു കാര്യമില്ല. കാരണം വിശ്വാസം ആത്മാവിൻ്റെ കൃപയുടെ നിറവിന് വേണ്ടിയാണ് വിശ്വാസത്തിന് വളർച്ച വെച്ചിരിക്കുന്നത്. അപ്പം നീ അതിന് ബോധപൂർവമായിട്ട് തടസ്സം നിൽക്കുന്ന കാരണം നിൻ്റെ ദീപപീഠം എടുത്തു മാറ്റും, വിശ്വാസം എടുത്തു മാറ്റും. ഇപ്പം ചില അണ്ണന്മാർ എനിക്കൊരു വിശ്വാസം തോന്നില്ലെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ അവൻ്റെ യുക്തിവാദം ക്യാമത്വമൊന്നുമല്ല. ഹീ ഈസ് നോട്ട് എലിജിബിൾ ടു ഹോൾഡിങ് ദ ഫെയ്ത്ത്, ഹോളി ഫെയ്ത്ത്, പരിശുദ്ധ വിശ്വാസം ഹോൾഡ് ചെയ്യാൻ ഹീസ് നോട്ട് എലിജിബിൾ, അവൻ യോഗ്യനല്ലെന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു കാലഘട്ടമാണിത്, ആഗമനകാലം. അതുകൊണ്ട് എപ്പോഴും ബൈബിൾ പറയും നിങ്ങൾക്ക് മാനസാന്തരപ്പെടാം, പക്ഷേ മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നിനക്കിഷ്ടമുള്ള കാര്യം ചെയ്ത് വെച്ചും, ഇപ്പം നീ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ പോയി നിരങ്ങി, അല്ലെങ്കിൽ ഉരുണ്ട് കളിച്ച്, അല്ലെങ്കിൽ 100 വീട്ടുകാർക്ക് ഭക്ഷണം കൊടുത്തു, എന്നിട്ട് നീ പാപത്തിൽ തന്നെ ജീവിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അത് അക്സെപ്റ്റബിൾ അല്ല. സുവിശേഷത്തെ അനുതപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക എന്നല്ല പറയണത്. വിശ്വസിക്കുന്നതിന് എന്താ ചെയ്യേണ്ടത്? അനുതാപത്തിന് യോജിച്ച ഫലങ്ങളുണ്ട്. അല്ലാതെ നിനക്ക് വായി തോന്നിയ പോലെ വെള്ളാങ്കണ്ണി പോയി ചില തലമുട്ട അടിച്ച് നടന്നിട്ട് കാര്യമില്ല. അതൊക്കെ നീ ഉണ്ടാക്കിയെടുത്തതാണ്. അനുതാപത്തിന് യോജിച്ച ഫലങ്ങൾ ഒന്നെന്താണ്? നീ ഏത് അവസ്ഥയിൽ നിന്നാണ്, അല്ലെങ്കിൽ ഹസ്ബൻഡുമായിട്ട് വഴക്കിട്ട്, അല്ലെങ്കിൽ വിളിക്കുന്നില്ല, ഹസ്ബൻഡ് വിളിക്കുന്നില്ല എന്ന് പറഞ്ഞ് പിള്ളേരെ അടിച്ചു മാറ്റി, എന്നിട്ട് നീ ഉപവസിച്ചാൽ ശരിയാവുക? അല്ല. അതിൻ്റെ അനുതാപത്തിൻ്റെ ഫലം, അനുതാപം എന്ന് പറഞ്ഞാൽ എന്താണ്? നീ ഏത് അവസ്ഥയിൽ നിന്ന് അധപ്പതിച്ചു? ചിലപ്പോൾ നിൻ്റെ ജോലി വിഷയമാകാം, അല്ലെങ്കിൽ നിൻ്റെ സാമ്പത്തിക വിഷയമാകാം, അല്ലെങ്കിൽ നിൻ്റെ സ്വാതന്ത്ര്യമാകാം, എന്തും ആയിക്കോട്ടെ. ഏത് അവസ്ഥയിൽ നിന്നാണ് നീ അധപ്പതിച്ചത്, ആ അവസ്ഥയെ റീസ്റ്റേറ്റ് ചെയ്യണമെന്ന് പറയും. അല്ലാതെ ഹസ്ബൻഡുമായിട്ട് വഴക്കിട്ടച്ചും നീ ബുധനാഴ്ച ഉപവസിച്ച് അതുപോലെ ശനിയാഴ്ച ഉപവസിച്ചാൽ അനുതാപത്തിന് യോജിച്ച ഫലങ്ങളാകത്തില്ല. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അനുതാപം എന്ന് പറയുമ്പോൾ അനുതാപത്തിൻ്റെ യോജിച്ച ഫലങ്ങളെന്ന് പറയുന്നത് ഏതവസ്ഥയിൽ നിന്ന് നീ അധപ്പതിച്ചു വന്നെടുക്കുകയും ആ അവസ്ഥയെ റീക്രിയേറ്റ്, അത് ആ അവസ്ഥയിലേക്ക് തിരിച്ചു വരികയും ചെയ്യണം. വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു വിഷയമാണത്. അതുകൊണ്ടാണ് പറയണത് ദൈവം തരുമെന്ന് പറയും. ഇങ്ങനെ വേണമെങ്കിൽ, അനുതാപം വേണമെങ്കിൽ, ആ ഒരു സത്യസന്ധമായ മനസ്സിന് യോജിച്ച ഫലമാണെങ്കിൽ അത് തരേണ്ടത് ദൈവമാണ്. അതാണ് ഈ 11-18 നടപടി പുസ്തകം. ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം. നടപടി പുസ്തകം 11-18 ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം വിജാതീയർക്കും ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രദാനം ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? ഇങ്ങനൊരു അനുതാപം വേണമെങ്കിൽ ദൈവം പ്രദാനം ചെയ്യണം. പക്ഷെ ദൈവം പ്രദാനം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരുക്കമുള്ള ഹൃദയം വേണം. ഈ അതെന്നുവെച്ചാൽ എനിക്ക് ദൈവത്തിൻ്റെ വചനങ്ങളോടും സുവിശേഷത്തെ വിശ്വസിച്ചുകൊണ്ട് അതിനപേക്ഷിതമായി ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സമർപ്പണം, ഒരുക്കമുള്ള ഹൃദയം. അതും ആരാണ് തരേണ്ടത്? ദൈവമാണ് തരേണ്ടത്. ഇതിനെക്കുറിച്ച് മനോഹരമായിട്ട് നാളെ ഉടമ്പടി ധ്യാനത്തിൽ നിങ്ങൾക്ക് കേൾക്കാം. നാളത്തെ ഉടമ്പടി ധ്യാനം നിങ്ങൾ മിസ് ചെയ്യരുത്. ചൊവ്വാഴ്ചത്തെ സങ്കീർത്തനം 119-32 ഒരുക്കമുള്ള ഹൃദയം അങ്ങ് എനിക്ക് തരുമ്പോൾ ദൈവമാണ് തരേണ്ടത്. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ ഉത്സാഹത്തോടെ ചരിക്കും.
fervence, with enthusiasm. I will move through the verdict of God. ദൈവത്തിൻ്റെ അതൊക്കെ ഒരു തീഷ്ണത വേണം. കൽപ്പനകൾ പാലിക്കുകയല്ല, കൽപ്പന പാലിച്ച് ജീവിക്കാനുള്ള ഒരു മനുഷ്യൻ്റെ തീഷ്ണതയില്ല. അത് ദൈവം തരുമ്പോഴാണ് തീഷ്ണത ഉണ്ടാകുന്നത്. ദൈവസ്നേഹം വളരുന്ന ദൈവസ്നേഹമാണ് ഇതിൻ്റെയൊക്കെ ബേസ്മെൻ്റ് എന്ന് പറയുന്നത്. വലിയ ദൈവസ്നേഹത്തിൻ്റെ വസന്തകാലം ഇതിലൂടെയാണ് നമുക്ക് കടന്നു പോകുന്നത്. ആഗമനകാലം നല്ലൊരു ക്രിസ്മസായി നമുക്ക് നമ്മുടെ മനസ്സൊരുക്കാം. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.